കേരള സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിലാണ് പ്രശസ്തമായ ചോറ്റാനിക്കര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ചോറ്റാനിക്കര അമ്മയുടെ ഐതിഹ്യം കേൾക്കുന്നതും പഠിക്കുന്നതും വളരെ സന്തോഷകരമാണ്. ജഗദ്ഗുരു ആദിശങ്കരൻ സരസ്വതീ ചൈതന്യം തൻ്റെ ജന്മദേശത്തേക്ക് കൊണ്ടുവന്നതാണ് ചോറ്റാനിക്കരയമ്മ. ജ്യോതിസ് ആനയിച്ച കര ജ്യോതിയാനക്കരയും പിന്നീട് ചോറ്റാനിക്കരയും ആയി എന്ന് ഒരു ഐതിഹ്യം. സരസ്വതീ ദേവി ചാമുണ്ടേശ്വരി കേരളത്തിലേക്ക് വരാമെന്ന് സമ്മതിച്ചപ്പോൾ ശങ്കരൻ മുൻപിൽ നടക്കുക, ഞാൻ പിൻപേ വരാം, തിരിഞ്ഞു നോക്കരുത്, എൻ്റെ പദനിസ്വനം മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്ന് ദേവി പറഞ്ഞു. തിരിഞ്ഞു നോക്കിയാൽ പിന്നെ ഞാൻ വരില്ല എന്നൊരു വ്യവസ്ഥയും വെച്ചിരുന്നു അത്രേ. അങ്ങനെ ശങ്കരൻ മുൻപേയും ദേവി പിൻപേയും നടന്നു. കുന്നുകളും മലകളും ദേശങ്ങളും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് ശങ്കരനെ പരീക്ഷിക്കാൻ അമ്മ ഒന്ന് നിൽക്കും. അമ്മയുടെ ശങ്കരനോടുള്ള ചെറിയ കുസൃതി. സംഗീതാത്മകമായ ചിലങ്കനാദം ശ്രവിച്ച് ശങ്കരൻ നടന്നു. കുറെ കഴിഞ്ഞപ്പോൾ ചിലങ്കനാദം കേൾക്കാതെയായി. ശങ്കരന് സംശയം തോന്നി. പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. സാവധാനം അവിടെ നിന്നിട്ട് ശ്രദ്ധിച്ചു. വീണ്ടും അമ്മയുടെ ചിലങ്കയുടെ നാദം കേട്ടു തുടങ്ങി. സാവധാനം ശങ്കരനും മുന്നോട്ട് നടന്നു. വീണ്ടും കുറേ ദൂരം മുന്നോട്ട് പോയി. ശങ്കരൻ ശ്രദ്ധിച്ചു. ഇല്ല, അമ്മ കൂടെ തന്നെയുണ്ട്. പെട്ടെന്ന് ചിലങ്കയുടെ നാദം നിലച്ചു. ശങ്കരൻ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ശങ്കരാചാര്യർ വ്യവസ്ഥ പാലിച്ചില്ല എന്ന് പറഞ്ഞ് അമ്മ കുറുമ്പോടെ അവിടെ തന്നെ ഇരുന്നു. ശങ്കരാചാര്യർ അതീവ ദുഃഖിതനായി. മനസ്സലിഞ്ഞ ദേവി ചോറ്റാനിക്കരയിൽ അതിരാവിലെ ഞാൻ എത്തിക്കൊള്ളാം എന്നുറപ്പു നൽകി. അങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ ദേവി ചോറ്റാനിക്കരയിലെത്തും. ശേഷം മൂകാംബികയിലും. അതുകൊണ്ടാണ് ചോറ്റാനിക്കരയിൽ നിർമാല്യം കഴിഞ്ഞേ കൊല്ലൂർ മൂകാംബികയിൽ നട തുറക്കൂ എന്ന പതിവ്. പടിഞ്ഞാറേ നടയിലെ പ്രധാന കവാടം കടന്ന് അയ്യപ്പനെ കണ്ട് പ്രദക്ഷിണം വച്ച് കിഴക്കേ നടയിൽ ചെന്ന് മേൽക്കാവിലമ്മയെ തൊഴുത് പടികളിറങ്ങി കീഴ്ക്കാവിലമ്മയെ തൊഴുത് തിരിച്ചു കയറി വലതുവശത്തുള്ള അയ്യപ്പനെയും ഹനുമാൻ സ്വാമിയെയും വന്ദിച്ച് പ്രദക്ഷിണം പൂർത്തിയാക്കി പവിഴവല്ലി തറ കണ്ട് ശിവഗണപതി നാഗത്താന്മാരെ തൊഴണം. തൊട്ടടുത്തു തന്നെ ബ്രഹ്മരക്ഷസ് അഥവാ പുളിയാപ്പിള്ളി വല്യച്ഛൻ്റെ പ്രതിഷ്ഠയുമുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള മറ്റൊരൈതിഹ്യം ഇങ്ങനെ പറയുന്നു. ചിഞ്ചാരണ്യത്തിലെ കാട്ടുജാതിക്കാരുടെ മൂപ്പനായിരുന്നു കണ്ണപ്പൻ. കണ്ണപ്പൻ്റെ ഒരേ ഒരു മകൾ ദേവി. അന്ന് മൃഗബലി സാധാരണമായിരുന്നു. ഒരു നാൾ കണ്ണപ്പൻ ബലിക്ക് കൊണ്ടുവന്ന പശുക്കിടാവിനെ ദേവിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അച്ഛനും മകളും തമ്മിലുണ്ടായ സംവാദത്തിൽ പിന്നീട് കണ്ണപ്പൻ മൃഗബലി ഉപേക്ഷിച്ച് സ്വാത്വികനായി തീർന്നു. കണ്ണപ്പൻ്റെ പ്രിയ പുത്രിയാണ് ദേവി. അതുകൊണ്ട് തന്നെ ദേവിയെ സങ്കടപ്പെടുത്തുന്ന ഒന്നും ചെയ്യുവാൻ കണ്ണപ്പൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പ്രിയപുത്രിയെ സങ്കടപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് കണ്ണപ്പൻ അത്രയും കാലം ദേവപ്രീതിക്കായി ചെയ്തു പോന്നിരുന്ന മൃഗബലി ഉപേക്ഷിച്ചത്. അന്നു രാത്രി തന്നെ ദേവിയും പശുക്കിടാവും അപ്രത്യക്ഷരായി. പകരം തൊഴുത്തിൽ 2 ശിലകൾ മാത്രം. കണ്ണപ്പൻ്റെ കരച്ചിൽ കേട്ട് എല്ലാവരും ഓടിക്കൂടി. കൂടെ പരാശര മഹർഷിയും ഉണ്ടായിരുന്നു. അദ്ദേഹം കണ്ണപ്പനോട് പറഞ്ഞു, കണ്ണപ്പാ, നിന്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി ലക്ഷ്മി നാരായണ മൂർത്തികളാണ് ദേവിയായിട്ടും പശുക്കിടാവായിട്ടും അവതരിച്ചത്. ഈ പശുത്തൊഴുത്തും കുടിലും അശരണർക്ക് അഭയമേകുന്ന ഒരു മഹാക്ഷേത്രമാകും. നിന്റെ ഈ ജന്മകർമ്മങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞ് അടുത്ത ജന്മം നീ വില്യമംഗലത്ത് സ്വാമിയാർ എന്ന് പുകഴ്കൊള്ളും. പിന്നീട് ആയിരക്കണക്കിന് വർഷങ്ങൾ ചോറ്റാനിക്കര ജനവാസമില്ലാത്ത കൊടും കാടായി കിടന്നു. പതുക്കെ പതുക്കെ ആളുകൾ ആ കാട്ടിലേക്ക് വന്നു തുടങ്ങി. ഒരു ദിവസം ഒരു ബാലിക പുല്ലരിയാൻ എത്തി. അരിവാളിൻ്റെ മൂർച്ച കൂട്ടാൻ ഒരു കല്ലിൽ ഉരച്ചു. പെട്ടെന്ന് കല്ലിൽ നിന്ന് രക്തം വരുവാൻ തുടങ്ങി. ബാലികയുടെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന എടാട്ട് നമ്പൂതിരിക്ക് അവിടെ ദൈവീക ചൈതന്യം ഉള്ളതായി മനസ്സിലായി. ബാലിക കഴിക്കുന്നതിനായി ചിരട്ടയിൽ കൊണ്ടുവന്നിരുന്ന മലര് ബാലികയുടെ സമ്മതത്തോടെ എടാട്ട് നമ്പൂതിരി നിവേദിക്കുന്നു. അങ്ങനെ ദേവിയുടെ ചിരട്ടമലർ നിവേദ്യം ലോകം മുഴുവൻ പ്രശസ്തമായി തീർന്നു. കണ്ണപ്പൻ്റെ കുടിലിരുന്ന സ്ഥലം ക്ഷേത്രവും പശുത്തൊഴുത്തിരുന്ന സ്ഥലം ശ്രീമൂലസ്ഥാനമായ പവിഴമല്ലിത്തറയുമായി. മേൽക്കാവിൽ നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിനടുത്ത് പൂർണ്ണ പുഷ്കല സമേതനായി ശാസ്താവ് വാഴുന്നു. രാജരാജേശ്വരി കിഴക്കോട്ടും ശാസ്താവ് പടിഞ്ഞാറോട്ടും ദർശനമായാണ് വാഴുന്നത്. മനമുരുകി വിളിക്കുന്ന ഭക്തന് അനുഗ്രഹവർഷം ചൊരിയുന്നവളാണ് ചോറ്റാനിക്കരയമ്മ.
ചോറ്റാനിക്കര അമ്മയെപ്പറ്റി പ്രശസ്തമായ മറ്റൊരു ഐതിഹ്യം. ഈ ഐതിഹ്യം ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തിക്ക് ശേഷം പറയുന്നതാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്തുള്ള തോട്ടറ എന്ന സ്ഥലത്ത് കഥകളി ഏറെ ഇഷ്ടമുള്ള ഗുപ്തൻ എന്ന ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു. ഒരിക്കൽ തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിൽ കഥകളി കണ്ട് പാതിര കഴിഞ്ഞപ്പോൾ ഗുപ്തൻ നമ്പൂതിരി വീട്ടിലേക്ക് തിരിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗുരുവായ കൊമ്പപ്പള്ളി മനയിലെ കാരണവർക്ക് കൊടുക്കുവാനുള്ള ദേവീ മാഹാത്മ്യം ഉണ്ടായിരുന്നു. ഗുരുനാഥന് കൊടുക്കുവാനുള്ള ദേവീ മാഹാത്മ്യവുമായി ഗുപ്തൻ നമ്പൂതിരി പുറപ്പെട്ടു. വഴിയിൽ വെച്ച് അതിസുന്ദരിയായ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ ഒപ്പം കൂടി. ഗുപ്തനോട് മധുരമായി അവൾ സംസാരിച്ചു. ഇരുവരും സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ട് നടന്നു. വളരെ ദൂരം പിന്നിട്ട് അവർ കൊമ്പപ്പള്ളി മനയുടെ പടിപ്പുരയിലെത്തി. ദേവീ മാഹാത്മ്യം ഗുരുവിനെ ഏൽപ്പിക്കുവാനായി ഗുപ്തൻ നമ്പൂതിരി അകത്തേക്ക് കയറി. ഗുരുവിന് പെട്ടെന്ന് തന്നെ സംഭവം പിടികിട്ടി. അദ്ദേഹം ശിഷ്യനെ വിവരം ധരിപ്പിച്ചു. കൂടെ കൂടിയിരിക്കുന്ന സ്ത്രീ ഒരു യക്ഷിയായിരുന്നത്രേ. ദേവീ മാഹാത്മ്യം കയ്യിലുണ്ടായിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിക്കാതെ ഇരുന്നത്. ഇനി ശരണം ചോറ്റാനിക്കര അമ്മ മാത്രമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പൊക്കൊള്ളാൻ ഗുരു പറഞ്ഞു. ഗുപ്തൻ നമ്പൂതിരി ചോറ്റാനിക്കരയിലേക്ക് ഓടി. പുറകെ യക്ഷിയും. ഇടയ്ക്ക് യക്ഷി തൻ്റെ തനി സ്വരൂപം കാണിച്ചു. ഗുപ്തൻ പേടിച്ചുപോയി. ഗുപ്തൻ ഓടുന്നതിനനുസരിച്ച് യക്ഷിയും പിന്നാലെ പാഞ്ഞു. അമ്മേ ശരണം എന്ന് വിളിച്ചുകൊണ്ട് ഗുപ്തൻ സർവ്വശക്തിയും എടുത്ത് ഓടി. ഒടുവിൽ ക്ഷേത്രനടയിലെത്തിയപ്പോൾ യക്ഷി നമ്പൂതിരിയുടെ കാലിൽ പിടികൂടി. ക്ഷേത്രനടയിൽ കാൽ കുത്തിയപ്പോൾ ഗുപ്തനിലുണ്ടായ ദൈവീക ചൈതന്യത്തിൻ്റെ പ്രഭയിൽ യക്ഷി ദൂരേക്ക് തെറിച്ചു വീണു. പൊടുന്നനെ ആർത്തത്രാണയായ ദേവി അവിടെ പ്രത്യക്ഷപ്പെടുകയും യക്ഷിയെ നിഗ്രഹം നടത്തുകയും ചെയ്തു. അപ്പോഴേക്കും നിർമാല്യം കഴിഞ്ഞിരുന്നു. ചിരട്ടമലർ നിവേദ്യത്തിന് തിരിച്ചു ചെന്ന മേൽശാന്തി കണ്ടത് രക്താഭിഷിക്തയായ ദേവിയെയാണ്. ഇത് കണ്ട് പരിഭ്രമിച്ച മേൽശാന്തിയോട് ദേവി അരുൾ ചെയ്തു, ഉടൻ തന്നെ മറ്റൊരു അഭിഷേകവും കൂടി ചെയ്യുക. അങ്ങനെ ചിരട്ടമലർ നിവേദ്യത്തിന് മുൻപ് 2 തവണ ദേവിക്ക് അഭിഷേകം നടത്തുന്നു. ഈ 3 ഐതിഹ്യങ്ങളിൽ നിന്ന് യുഗങ്ങൾക്ക് മുൻപേ തന്നെ ആദി പരാശക്തി ചൈതന്യം ചോറ്റാനിക്കരയിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. സരസ്വതിയായും ലക്ഷ്മിയായും പാർവതിയായും ദുർഗയായും ഭദ്രയായും കാളിയായും ചാമുണ്ടേശ്വരിയായും ഭക്തദശലക്ഷങ്ങൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് അമ്മയുടെ സാന്നിധ്യം ചോറ്റാനിക്കരയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു ചെറിയ കുന്നിൻ മുകളിലാണ് ചോറ്റാനിക്കര ക്ഷേത്രം. പടിഞ്ഞാറ് ഭാഗത്താണ് പ്രധാന കവാടം. ക്ഷേത്രത്തിൻ്റെ ഇടതും വലതുമായി ഉള്ളിലേക്ക് കയറി വിശാലമായ പാർക്കിംഗ് ഗ്രൗണ്ടുണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ നിന്ന് നേരിട്ടും അല്ലെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് പടികൾ കയറിയും ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാം. പ്രധാന കവാടം കടന്നു ചെല്ലുമ്പോൾ വലതുവശത്തായി മഹാശിവൻ്റെയും ശ്രീ ഗണപതിയുടെയും നാഗദൈവങ്ങളുടെയും ഉപക്ഷേത്രങ്ങൾ കാണാം. മേൽക്കാവിൽ ദേവിയുടെ മുൻപിൽ സാധാരണ പോലെ പെരുമാറുന്ന ബാധ ഉപദ്രവമുള്ളവർ ശിവൻ്റെ മുൻപിൽ ഭയചകിതരായി നിലവിളിക്കുന്നത് ചോറ്റാനിക്കരയിലെ സ്ഥിരം കാഴ്ചയാണ്. കീഴ്ക്കാവിലെ ഗുരുതി വളരെ പ്രശസ്തമാണ്. വെള്ളിയാഴ്ച വലിയ ഗുരുതി സമയത്ത് 100 കണക്കിന് ബാധോപദ്രവം ഉള്ളവർ തുള്ളുകയും ബാധകളിൽ നിന്ന് മോചിതരാവുകയും ചെയ്യും. കീഴ്ക്കാവിനോട് ചേർന്നുള്ള പാലമരത്തിൽ ആയിരക്കണക്കിന് ആണികൾ തറഞ്ഞിരിക്കുന്നത് ബാധകൾ വിട്ടുപോയതിൻ്റെ സാക്ഷ്യങ്ങളായി നിലനിൽക്കുന്നു. ചോറ്റാനിക്കര മകം തൊഴൽ വളരെ പ്രശസ്തമാണ്. മകം നാളിൽ ക്ഷേത്രത്തിലെത്തി സങ്കടമുണർത്തുന്ന ഭക്തരുടെ മേൽ ദേവി അനുഗ്രഹവർഷം ചൊരിയുമെന്നാണ് വിശ്വാസം. വിവാഹം വൈകുന്നവർ, പരീക്ഷകളിൽ ഉന്നത വിജയം കാക്ഷിക്കുന്നവർ, രോഗദുരിതങ്ങളിൽ കഷ്ടപ്പെടുന്നവർ, ബാധോപദ്രവമുള്ളവർ ഇവർക്കെല്ലാം മകം തൊഴൽ ഉത്തമം ആണെന്നാണ് പറയപ്പെടുന്നത്. കണ്ണപ്പൻ്റെ അടുത്ത ജന്മമായിരുന്ന വില്യമംഗലത്ത് സ്വാമിയാർ നൂറ്റാണ്ടുകൾക്ക് മുൻപ് മകം നാളിൽ ചോറ്റാനിക്കരയിൽ എത്തി. അന്ന് രാത്രി ദേവി സ്വാമിയാർക്ക് സ്വപ്നദർശനം നൽകി അരുൾ ചെയ്തു, കിഴക്കേ തീർത്ഥത്തിൽ മുങ്ങിക്കിടക്കുന്ന വിഗ്രഹമെടുത്ത് കീഴ്ക്കാവിൽ പ്രതിഷ്ഠ നടത്തുക. ദേവിയുടെ രൗദ്രഭാവം ഭക്തർക്ക് വിഷമമുണ്ടാക്കുന്നു. അതിനാൽ രൗദ്രഭാവം കുറച്ച് സ്വാത്വികഭാവം കൂട്ടുവാൻ ദേവിയുടെ ഭദ്രകാളി ചൈതന്യം കീഴ്ക്കാവിലെ പ്രതിഷ്ഠയിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ മേൽക്കാവിൽ ഭഗവതി സ്വാത്വിക രൂപവും കീഴ്ക്കാവിൽ ഭഗവതി രൗദ്രരൂപവും കൈക്കൊണ്ടു. തത്സമയം ശംഖചക്ര വരദാഭയ മുദ്രകളുമായി സർവാഭരണ വിഭൂഷതിയായി ദേവി നിറച്ചിരികളോടുകൂടി അനുഗ്രഹവർഷം ചൊരിഞ്ഞു. ഈ ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് മകം തൊഴൽ ആഘോഷിക്കുന്നത്. പരമഭക്തനായ സ്വാമിയാർക്ക് വിശ്വരൂപ ദർശനം നൽകിയതുപോലെ മകം നാളിൽ സർവസ്വവും അർപ്പിക്കുന്ന ഭക്തർക്ക് അമ്മ വിശ്വരൂപ ദർശനം നൽകുമെന്നാണ് വിശ്വാസം. സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ മകം തൊഴാൻ എത്തുന്നത്.